നമസ്കാരം. കേന്ദ്ര മൈനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആഴക്കടൽ മണൽ ഖനനമാണ് ഇപ്പോഴത്തെ വിഷയം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നല്ല വികസനങ്ങളോ സംരംഭങ്ങളോ തുടങ്ങുമ്പോൾ ഇടതനും വലതനും ഒരു കണ്ണുകടിയുണ്ട്. എത്രയെത്ര സ്ഥാപനങ്ങളാണ് കൊടിവെച്ച് സഖാക്കൾ ഇല്ലാതാക്കിയിട്ടുള്ളത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എത്ര വികസന പദ്ധതികളാണ് കോൺഗ്രസുകാർ പൂഴ്ത്തിയത്. അപ്പോൾ പിന്നെ ആഴക്കടൽ മണൽ ഖനനം അവർ സംയുക്തമായി എതിർക്കുന്നത് അതിശയകരമായ ഒരു കാര്യമല്ലല്ലോ. തീരത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്ററിലധികം കടലിന് ഉള്ളിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന മണലാണ് ഇതുവഴി ഖനനം ചെയ്യുന്നത്. ഇക്കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, തങ്ങളുടെ ദുരുദ്ദേശങ്ങളും ഗൂഢലക്ഷ്യങ്ങളും നടക്കണമെങ്കിൽ ഈ കേന്ദ്ര പദ്ധതിയെ എതിർത്ത് കുപ്രചാരണങ്ങളും നുണകളും പടർത്തി ജനങ്ങളെ കൂടി കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചാലല്ലേ മതിയാകൂ. എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ PC ജോർജിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ കീഴിൽ നിഷ്കർഷിച്ചിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം ഈ പദ്ധതി നടപ്പാക്കാൻ നിർബന്ധമാണ്. കൂടാതെ കേരള സർക്കാരിനും പഠനം നടത്താം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മണൽ അല്ലാതെ ധാതുമണൽ ഇതുവഴി ഖനനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. പരിസ്ഥിതിക്കോ മത്സ്യബന്ധനത്തിനോ ഏതെങ്കിലും വിധത്തിൽ ദോഷം ഉണ്ടാകുമെന്ന് പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ തെളിഞ്ഞാൽ പൂർണ്ണമായും ഈ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടത് വലത് മുന്നണികൾ സംയുക്തമായി കേരള നിയമസഭയിൽ ആഴക്കടൽ ഖനനത്തിനെതിരെ പാസാക്കിയ സംയുക്ത പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. തീരത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെ നടക്കുന്ന ഈ ഖനനം വഴി ഏതെങ്കിലും അത്തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സംസ്ഥാന സർക്കാർ ഒരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ ഖനനം വഴി തീരദേശം ഇല്ലാതാകുമെന്നും മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന വഴി മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയാകുമെന്നും തീരദേശം അപ്പാടെ നശിക്കുമെന്നും കുപ്രചാരണം നടത്തി ഹർത്താൽ വരെ ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് BJP സർക്കാരിനെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ പിണറായി വിജയന് ഇതൊന്നുമല്ലാതെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ധാതുമണൽ സമ്പന്നമായ കേരള തീരത്ത് ഇപ്പോൾ CMRL വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത ഖനനത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാതെ ഇരിക്കുവാൻ ഈ പേരിൽ പ്രതിരോധമുണ്ടാക്കുക. 50 കിലോമീറ്റർ കടലിന് ഉള്ളിൽ ഖനനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് വിലപിക്കുന്ന മുഖ്യമന്ത്രിയെന്തേ കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായി വലിയഴിക്കൽ മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി CMRL ധാതുമണൽ മോഷണത്തിന് നിന്നും കൊടുത്ത് 7ഓളം പഞ്ചായത്തുകൾ ഇല്ലാതാക്കിയതിനെ കുറിച്ച് മിണ്ടുന്നില്ല. കാരണം മാസപ്പടി പോക്കറ്റിലിട്ട് മിണ്ടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. 2019 പൊതുമേഖലയിൽ മാത്രമേ ധാതുമണൽ ഖനനം ചെയ്യാവൂ എന്ന കേന്ദ്ര സർക്കാർ നിയമം വന്നതിന് ശേഷമാണ് അനധികൃതമായി മോഷണം ആരംഭിക്കുന്നതും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് ഖനനം ആരംഭിക്കുവാൻ പോകുന്നു എന്ന വാർത്തയിൽ അസ്വസ്ഥത ആരംഭിക്കുന്നതും. നിർമ്മാണത്തിലുള്ള മണലാണ് ഖനനം ചെയ്യുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടും നിയമസഭാ പ്രമേയം വായിക്കുമ്പോൾ ധാതുമണലിനോട് മുഖ്യമന്ത്രിയുടെ പ്രേമം വ്യക്തമാണ്. ധാതുമണൽ ഖനനം വഴി തന്ത്രപ്രധാന ധാതുക്കൾ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ എത്തുമെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും അങ്ങേക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാസപ്പടി വാങ്ങി CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് തന്ത്രപ്രധാന ധാതുക്കൾ എത്തിച്ചതുവഴി അങ്ങ് നടത്തിയതും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന നിലപാടാണ് എന്റേത്. നിങ്ങളുടേതോ? നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.